ഇവിടെ ഇന്ത്യയിൽ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ കട്ടിലിൽ കിടക്കുവാണ്. രാവിലെ ഞാൻ ഒരു 9 മണിയായിട്ട് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഒരു ജോലിക്കൊന്നും പോണില്ല. ഒരു 10 മണിയായപ്പോൾ ഞാൻ സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു $2000 ക്രെഡിറ്റ് ആവാണ് വെറുതെ കട്ടിലിൽ കിടന്നുകൊണ്ട്. സംഭവം എന്താണ്? ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് നടത്തിയതാണ്. പക്ഷെ ഇത് എന്താണെന്ന് ആൾക്കാർക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. പലപ്പോഴും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി, നിങ്ങൾക്കും ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ പങ്കാളിയാവണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലെ ആഡ്സ് ഒക്കെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് മനസ്സിലാക്കണം. അതായത് ഞാൻ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചൈനയിൽ നിന്നൊരു പർട്ടിക്കുലർ ഗുഡ് സെലക്ട് ചെയ്യുകയും അത് ഞാൻ കാനഡയിലോ അമേരിക്കയിലുള്ള കൺസ്യൂമറിന് ഡെലിവറി ചെയ്യുകയും ചെയ്യാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആ ഗുഡ് കണ്ടിട്ടില്ല, ഞാനതിൽ തൊട്ടിട്ടില്ല, ഞാനത് പാക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഈ കസ്റ്റമറെയും ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. ഞാനൊരു രാജ്യത്താണ് ഇരിക്കുന്നത്, കസ്റ്റമർ വേറെ രാജ്യത്താണ് ഇരിക്കുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റി വിൽക്കുന്നത് വേറെ രാജ്യത്താണ്. ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഇപ്പൊ ഈ ആഗോളവൽക്കരണം കാരണം കൊണ്ട് ലോകം ഒരു കമ്പോളമായിട്ട് മാറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് എനിക്കിവിടെ ഇരുന്നിട്ട് കാനഡയിലെ ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള ഒരു പർട്ടിക്കുലർ ഐറ്റത്തെ സെലക്ട് ചെയ്യാം. അതിനെ ചൈനയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നും ഏറ്റവും വില കുറച്ച അളവിൽ എടുക്കുകയും അവിടെ നിന്ന് തന്നെ അത് കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ കയറ്റുമതി ചെയ്യാം ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി. അതിനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്.